ദൈവമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. എല്ലാ കാര്യവും ഇപ്പോൾ 1/2 കിലോ തക്കാളി മേടിക്കണം. ഞാൻ ഇടയ്ക്ക് പറയണത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച സാധനമാണത്. അത് 1/2 കിലോ തക്കാളി മേടിക്കണം. മേശ വലിപ്പം നോക്കിയപ്പോൾ നമ്മുടെ പൈസ ഉണ്ട്, 50 രൂപ കിടപ്പുണ്ട്. നമ്മൾ 50 രൂപ എടുത്ത്. ഞങ്ങളുടെ ഏറ്റവും അടുത്തുള്ളത് കലവൂരാണ്. നിങ്ങളുടെ അടുത്തുള്ള മാർക്കറ്റിൽ പോകണം. അപ്പോൾ മാർക്കറ്റിൽ ചെന്ന് അവിടെ മുഴുവനും പച്ചക്കറി കടയിലെല്ലാം തക്കാളി ഉണ്ട്. അതെല്ലാം തുറന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ബന്ധില്ല. നിങ്ങൾക്ക് പോകാൻ വണ്ടിയുണ്ട്, അല്ലെങ്കിൽ നടന്നു പോകാൻ 2 മിനിറ്റ് മതി. അപ്പോൾ ഇതെല്ലാം ഈസി ക്വസ്റ്റ്യൻസ്. ഇത് ഈസിയാണ് ഈ സംഭവം. ഇതിന് എവിടെയാണ് ഒരു പ്രെയർ ആവശ്യമുള്ളത്? ഇവിടെ ഓരോരുത്തരും പ്രാർത്ഥന ആവശ്യമില്ല. എന്താ കാര്യം? കാശിനാണ് ആൾക്കാർ സാധാരണ പ്രാർത്ഥിക്കണം. വലിപ്പെടുത്തപ്പോൾ കാശുണ്ട്, അതിനകത്ത് തക്കാളി കടയിലുണ്ട്, പോകാൻ വണ്ടിയുണ്ട്. പിന്നെ എന്തിനാണ് ഇതിനകത്ത് പ്രെയർ ഉള്ളത്? ഇതിനൊന്നും പ്രെയറില്ല, പ്രെയറിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഞാൻ പറയും, ഇതിൻ്റെ അകത്ത് 3 പ്രെയറിൻ്റെ ചാൻസ് ഉണ്ട്. അതായത്, ഒന്ന് തക്കാളിക്ക് പോകുന്നതിനും ഇന്നവിടെ ഓഫ് അല്ലാത്തതിനും ദൈവത്തിന് നന്ദി പറയണം. അവിടെ തക്കാളി ഉള്ളതിന് ദൈവത്തിന് നന്ദി പറയണം. അത് കിട്ടാൻ നമുക്ക് സാധ്യതയുണ്ട്. ബന്ധു ഓഫും ലോക്ക്ഡൗണും ഒന്നുമല്ല, നമുക്ക് കിട്ടാൻ സാധ്യത, നന്ദി പറയണം. പിന്നെ പോയിട്ട് സുരക്ഷിതമായി തിരിച്ചു വരുന്നതിന് നന്ദി പറയണം. അപ്പോൾ ഇതിനെല്ലാം അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പ്രാർത്ഥനയുടെ സബ്ജക്റ്റുകളാണ്. പക്ഷെ നേരെ നോക്കിയാൽ കാശുണ്ട്, കടയിൽ തുറന്നിട്ടുണ്ട്, പിന്നെ എന്തിനാ പ്രാർത്ഥിക്കണത്? അവിടെയാണ് പ്രശ്നം. അവിടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് പ്രാർത്ഥന തുടങ്ങണത്. അതായത് നമ്മൾ പലപ്പോഴും ആവതില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവത്തിൻ്റെ അടുത്ത് വരണത്. ദാറ്റ് മീൻസ് ഫ്ലാറ്റ് കാര്യം കാണാൻ വേണ്ടി, സബ്ജക്റ്റ് ബേസ്. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? എല്ലാത്തിനും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കും. എല്ലാ വിഷയങ്ങൾക്കും പ്രത്യേകിച്ച് എപ്പോഴും ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഓരോ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ലെവല് കറക്റ്റായിരിക്കണമെന്ന് പറഞ്ഞപ്പോഴും എന്ത് വിഷയമുണ്ട് നമുക്ക് ആശ്രയിക്കേണ്ടാത്ത ആവശ്യമില്ലെങ്കിലും ദൈവത്തോട് ആ വിഷയം ഷെയർ ചെയ്തിരിക്കണം. പ്രയർ ഇസ് എ ഷെയറിങ്. നമുക്ക് ആവശ്യമില്ല, നമ്മുടെ കാശുണ്ട്, പോയി വരാൻ പറ്റും, കിട്ടുകയും ചെയ്യും. പക്ഷേ എങ്കിലും നമ്മൾ ആ വിഷയം, അപ്പാ ഞാൻ തക്കാളി വാങ്ങിക്കാൻ പോവുകയാണ് എന്ന് പറയണം. അത്രേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ അപ്പാ തക്കാളി കിട്ടി, താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പം അവിശ്വാസിവർക്ക് ഇതിനെന്തിനാണ്? നിൻ്റെ കാശുണ്ടല്ല, തക്കാളി നീയല്ലേ പോയി മേടിച്ചത്, അതിന് വെറുതെ ദൈവത്തിന് എന്താണ് അല്ലേ? അത് ദൈവം നമ്മൾ തമ്മിലൊരു ബന്ധമാണ്. ഈ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകണം.